ആസിഫ് കൂടി ചേരുകയാണ്. ആസിഫ്, തുടർച്ചയായി സിഗ്നൽ ലഭിച്ചതാണ് ഒരുപക്ഷെ ആ സ്ഥലത്ത് പരിശോധനയിലേക്ക് എത്താൻ കാരണം. അത് ഒരു ജീവന്റെ സാന്നിധ്യം തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വീണ്ടും നമുക്ക് കോൺക്രീറ്റ് കട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്? തീർച്ചയായും നമുക്കിനി റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിശോധന സാധ്യമാകേണ്ടതുണ്ട്. പക്ഷേ അതിനി നമുക്ക് ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം രാവിലെ മുതൽ തന്നെ ഇത് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അത് ഇനിയും അത് പ്രവർത്തിക്കാൻ ഉള്ള ആവശ്യമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒന്നുകൂടി എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ മിനി ജനറേറ്റർ അടക്കം എത്തിച്ചുകൊണ്ടാണ് ആ ഒരു സംവിധാനം വീണ്ടും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുക. അത് നമ്മളിപ്പോൾ ആ ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഏകദേശം ഒരു അരമണിക്കൂർ സമയം വേണം നമുക്ക് ഈ രണ്ടാമതൊരു റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന പൂർണ്ണാർത്ഥത്തിൽ എത്തിക്കാൻ ഉള്ളതെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഏതായാലും ജീവന്റെ സാന്നിധ്യമാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം അതിൽ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ നമ്മളോട് നമ്മൾ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഒന്നുകിൽ മനുഷ്യനാവാം, അല്ലെങ്കിൽ ശ്വാസമെടുക്കുന്ന ഏതെങ്കിലും ജീവിയാകാം. അത് ചെറിയ ജീവി മുതലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ജീവന്റെ സാന്നിധ്യം എന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതൊരു കടമുറിയും ഹോട്ടലും അടക്കം ചേർന്ന പുറകിൽ ആളുകൾ താമസിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ പാചകം ചെയ്തിരുന്ന അടക്കമുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മനുഷ്യ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊരു വിലയിരുത്തൽ നാട്ടുകാരടക്കം പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ആ ഒരു റഡാർ പരിശോധന ഒരിക്കൽ കൂടി നടത്തിയതിനു ശേഷം ഇനി അവിടെ കൂടുതൽ തിരച്ചിൽ നടത്തേണ്ടി വരും. അതിന് നമുക്ക് കുറച്ച് സാവകാശം ആ ഒരു സംവിധാനം ഒന്ന് തയ്യാറാകാൻ സാങ്കേതികമായി വേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ, രാവിലെ മുതൽ തന്നെ പ്രധാനപ്പെട്ട ഈ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം ഈ റഡാർ പരിശോധന നടന്നുകൊണ്ട് വരികയായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ 4ാമത്തെ ഇടത്ത് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇത് കാണുന്ന ഒരു റഡാർ പരിശോധന അത്തരത്തിൽ ഒരു ജീവന്റെ സാന്നിധ്യം കാണുന്ന ഒരു ഘട്ടം എത്തിയത്. അപ്പോൾ തന്നെ ഞാൻ ആ ഉദ്യോഗസ്ഥരോട് നമ്മൾ എടുത്ത് ചോദിച്ചിരുന്നു, അത് ഏതെങ്കിലും ഇഴജന്തുക്കളോ മറ്റോ ആകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അത്തരത്തിലില്ല എന്നാണ്. കാരണം ശ്വാസം എടുക്കുന്ന ഏതെങ്കിലും മനുഷ്യനോ അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന ഏതെങ്കിലും ജീവികളോ ആകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ആ പരിശോധന ഈ റഡാർ ഉപയോഗിച്ച് അരമണിക്കൂറിൽ നമ്മൾ ഒന്നുകൂടെ നടത്തും. അതിനുശേഷം നമുക്ക് ആ സ്പോട്ട് ഒന്നുകൂടി കൃത്യമാക്കി അവിടെ വീണ്ടും പരിശോധന നടത്താൻ കഴിയുമെന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ ഒരു പരിശോധനയിൽ നമ്മുടെ ആർമിയുടെ ടീം അടക്കം ഇപ്പോൾ പരമാവധി ആർമിയുടെ ടീം അടക്കം ഇപ്പോൾ ഈ ഒരു പരിശോധനയിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കം ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ, NDRF അടക്കമുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ഈ ഒരു പരിശോധനയുടെ ഭാഗമായി ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. ആസിഫ്, നിലവിൽ അവിടെയുള്ള കാലാവസ്ഥ ഏത് രീതിയിലാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കനത്ത മഴ ഒരുപക്ഷെ വലിയ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നിലവിലുള്ള തെരച്ചിലിന് ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? കാലാവസ്ഥ ഇപ്പോൾ വളരെ അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നമുക്ക് ഉള്ളത്. കാരണം ഇപ്പോൾ മഴയെല്ലാം പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. നല്ല തെളിച്ചമുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന സമയമാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു നല്ല തെളിച്ചമുണ്ട്. എന്നാലും ഇടവിട്ട് പെട്ടെന്ന് മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ്. എന്നാലും ഇപ്പോൾ നമുക്ക് കാലാവസ്ഥ വളരെ അനുകൂലമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക. ശരി ആസിഫ്, എന്തായാലും വലിയ തരത്തിൽ ഒരു പ്രതീക്ഷ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും രക്ഷാപ്രവർത്തകർ ആ മേഖലയിൽ, മുണ്ടക്കൈയിലെ മേഖലയിൽ ജീവന്റെ സാന്നിധ്യം സംശയിക്കുന്ന ആ മേഖലയിൽ റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് വീണ്ടും പരിശോധന തുടരുന്നത്. ആദ്യഘട്ടത്തിൽ മണ്ണ് യന്ത്രം ഉപയോഗിച്ച് ആ സ്ഥലത്തുള്ള മണ്ണെല്ലാം നീക്കിയതിന് ശേഷം വീണ്ടും ഒരു ശ്രമം നടത്തുകയാണ്. തുടർച്ചയായ സിഗ്നൽ ലഭിച്ചതാണ് ആ സ്ഥലത്ത് പരിശോധന ഈ തരത്തിൽ തുടർച്ചയായി തന്നെ നടത്താൻ തീരുമാനിച്ചത്. അത് ഏത് തരത്തിലുമാകാം, അത് മനുഷ്യ സാന്നിധ്യം തന്നെ ആകണം എന്നില്ല എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത്. അത് മറ്റേതെങ്കിലും ശ്വാസം എടുക്കുന്ന ഒരു ജീവി ഏതും ആകാം എന്ന ഉറപ്പാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ നൽകുന്നത്. ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷയുള്ളതാണ് വീണ്ടും ആ സ്ഥലത്ത് തന്നെ പരിശോധന തുടരാൻ കാരണം കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലത്ത് മണ്ണ് മാറ്റിയതിന് ശേഷം വീണ്ടും താഴേക്ക് പോകേണ്ടതുണ്ട്. കാരണം 8 അടിയോളം താഴ്ചയിലാണ് ആദ്യഘട്ടത്തിൽ സിഗ്നൽ ലഭിച്ചത്. ആ സ്ഥലം വരെ എത്തി അത് പരിശോധന പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ഈ വൈകിയ വേളയിലും രക്ഷാപ്രവർത്തകർ തുടരുന്നത്.